ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കയ്യിലുള്ള പണം നമുക്ക് വേണ്ടി തന്നെ കൂടുതൽ പണമുണ്ടാക്കുന്നതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതിനുള്ള ഒരു കിടിലൻ വഴിയാണ് മ്യൂച്വൽ ഫണ്ടുകൾ. റൈറ്റ് ഫിൽസിൽ നിന്നുള്ള വിവരങ്ങൾ വെച്ച് നമുക്ക് ഈ വിഷയം വളരെ സിമ്പിളായൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ റെഡിയല്ലേ? നിങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന പണം ഒരു സേവിങ്സ് അക്കൗണ്ടിൽ വളരെ സേഫായിട്ട് ഇരിപ്പുണ്ടല്ലേ? പക്ഷേ ഒരു ഞെട്ടിക്കുന്ന സത്യം പറയട്ടെ, അവിടെ വെറുതെ ഇരുന്ന് ആ പണത്തിന്റെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ കണക്കുകളിലേക്കൊന്ന് നോക്കിയേ. നിങ്ങളുടെ ഫിക്സഡ് ഡെപ്പോസിറ്റിന് ബാങ്ക് ഒരു 7% പലിശ തരുന്നുണ്ട്. കൊള്ളാം അല്ലേ? പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ നാട്ടിലെ വിലക്കയറ്റം, അതായത് പണപ്പെരുപ്പവും ഏകദേശം 7% തന്നെയാണ്. അപ്പോൾ ശരിക്കും എന്താ സംഭവിച്ചത്? കിട്ടിയ പലിശ മുഴുവനും ഈ വിലക്കയറ്റം വന്ന് എടുത്തുകൊണ്ടുപോയി. അവസാനം നിങ്ങളുടെ പണത്തിന് യഥാർത്ഥത്തിൽ ഒരു വളർച്ചയും ഉണ്ടായില്ല, 0. അപ്പോൾ ആരാണ് ഈ നമ്മുടെ പണത്തെ പതുക്കെ പതുക്കെ ഇല്ലാതാക്കുന്ന ആ വില്ലൻ? നമുക്ക് അയാളെ ഒന്ന് പരിചയപ്പെടാം. പേര് പണപ്പെരുപ്പം. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ പണപ്പെരുപ്പം എന്ന് പറയുന്നത് ഒരു സൈലന്റ് കള്ളനെ പോലെയാണ്. നമ്മുടെ കണ്ണ് വെട്ടിച്ച് പോക്കറ്റടിക്കും. ഇന്ന് 100 രൂപയ്ക്ക് വാങ്ങാൻ കിട്ടുന്ന ഒരു സാധനം അടുത്ത വർഷം വാങ്ങാൻ ചിലപ്പോൾ 107 രൂപ കൊടുക്കേണ്ടി വരും. അതായത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന 100 രൂപയുടെ വില കുറഞ്ഞുപോയി. പക്ഷെ പേടിക്കണ്ട, ഈ വില്ലനെ തോൽപ്പിക്കാൻ ഒരു ഹീറോ വേണ്ടേ? ഉണ്ട്. ആ ഹീറോയുടെ പേരാണ് മ്യൂച്വൽ ഫണ്ട്. നമുക്ക് ഈ ഹീറോയെ ഒന്ന് അടുത്തറിയാം. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മളെപ്പോലെ ഒരുപാട് പേര്, എല്ലാവരും കുറച്ച് ക്യാഷ് ഒരുമിച്ചൊരു പൂളിലേക്കിടുന്നു. എന്നിട്ട് ഈ ഫീൽഡിലെ ഒരു എക്സ്പേർട്ട്, അതായത് ഒരു ഫണ്ട് മാനേജർ, ഈ വലിയ തുകയെടുത്ത് പല നല്ല കമ്പനികളുടെ ഷെയറുകളിലും ബോണ്ടുകളിലുമൊക്കെയായി നിക്ഷേപിക്കും. ഇതിൽ നമുക്കോരോരുത്തർക്കുമുള്ള പങ്കിനെയാണ് യൂണിറ്റുകൾ എന്ന് പറയുന്നത്. സിമ്പിളല്ലേ? അപ്പോൾ എന്താ ഇതുകൊണ്ടുള്ള ഗുണം? ഒന്നാമത്തെ കാര്യം, നമ്മുടെ കാശ് ഒരിടത്ത് മാത്രം കുടുങ്ങിക്കിടക്കില്ല. പലയിടത്തായി വിഭജിക്കുന്നതുകൊണ്ട് റിസ്ക് കുറയും. രണ്ടാമത്, എവിടെ ഇടണം, എപ്പോൾ വിൽക്കണം എന്ന തലവേദനയൊന്നും നമുക്കില്ല. അതിനാണ് എക്സ്പേർട്സ് ഉള്ളത്. പോരാത്തതിന് എപ്പോൾ വേണമെങ്കിലും കാശ് തിരിച്ചെടുക്കാം. തുടങ്ങാനാണെങ്കിൽ വെറും 500 രൂപ മതി. കൊള്ളാം. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന് ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി എങ്ങനെ ഇതിൽ സ്മാർട്ടായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് നോക്കിയാലോ? ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രധാനമായും 2 വഴികളുണ്ട്. ഒന്ന് SIP, അതായത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. സംഭവം സിമ്പിളാണ്. എല്ലാ മാസവും നമ്മളൊരു ചിട്ടിക്ക് പൈസ അടക്കുന്ന പോലെ ഒരു നിശ്ചിത തുക ഇതിലേക്ക് മാറ്റിവെക്കുന്നു. ഇനി രണ്ടാമത്തെ വഴി, ലംസം. നമ്മുടെ കയ്യിൽ ഒരു ബോണസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വഴിക്കോ ഒരു വലിയ തുക ഒന്നിച്ചു കിട്ടിയാൽ അത് ഒറ്റയടിക്ക് നിക്ഷേപിക്കുന്നതിനെയാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ SIPക്ക് ഒരു മാജിക് ഉണ്ട് കേട്ടോ. അതിന്റെ പേരാണ് റുപ്പി കോസ്റ്റ് ആവറേജിംഗ്. ഇത് കേട്ട് പേടിക്കേണ്ട. മാർക്കറ്റ് ഇടിയുമ്പോൾ സാധാരണ എല്ലാവരും പേടിക്കും അല്ലേ? പക്ഷേ SIP ചെയ്യുന്ന നമുക്ക് അത് ലോട്ടറി അടിച്ച പോലെയാണ്. കാരണം അതേ പൈസയ്ക്ക് നമുക്ക് കൂടുതൽ യൂണിറ്റുകൾ വാങ്ങാൻ പറ്റും. അങ്ങനെ കാലക്രമേണ നമ്മുടെ ആവറേജ് വാങ്ങൽ വില കുറഞ്ഞു വരും. കിടിലനല്ലേ? അപ്പോ ഒരു കാര്യം ഉറപ്പിച്ചോളൂ. മാർക്കറ്റ് എപ്പോ കയറും എപ്പോ ഇറങ്ങും എന്ന് നോക്കി ജോത്സ്യം പറയാൻ നിൽക്കുന്നതിലല്ല കാര്യം. അതിനേക്കാൾ വലിയൊരു ശക്തിയുണ്ട്. ആൽബർട്ട് ഐൻസ്റ്റീൻ ലോകത്തിലെ 8ാമത്തെ അത്ഭുതമെന്ന് വിളിച്ച സംഭവം, കോമ്പൗണ്ടിംഗ്. ഈ കണക്ക് കേട്ടാൽ നിങ്ങൾ നെട്ടും. വെറും 5000 രൂപ വെച്ച് എല്ലാ മാസവും നിങ്ങളൊരു SIP തുടങ്ങിയെന്ന് വെക്കുക. ഒരു 20 വർഷം കഴിയുമ്പോൾ അത് 40 ലക്ഷം രൂപയ്ക്ക് മുകളിലായിട്ടുണ്ടാവും. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഇതാണ് കോമ്പൗണ്ടിങ്ങിന്റെ പവർ. അതായത് നിങ്ങളുടെ മുതലിന് കിട്ടുന്ന പലിശയ്ക്കും വീണ്ടും പലിശ കിട്ടിക്കൊണ്ടേയിരിക്കും. ശരി, പൈസ ഉണ്ടാക്കുന്ന കാര്യമൊക്കെ കൊള്ളാം. പക്ഷേ എന്തിനാ നമ്മൾ ഈ പൈസ ഉണ്ടാക്കുന്നത്? നമ്മുടെ ഓരോ സ്വപ്നങ്ങൾക്ക് വേണ്ടിയല്ലേ? അപ്പോൾ ഓരോ സ്വപ്നത്തിനു വേണ്ടി എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോ നിങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് കുട്ടിയുടെ നല്ല വിദ്യാഭ്യാസം എന്ന് കരുതുക. അതൊരു ലോങ് ടേം ഗോളാണ് അല്ലേ? ഒരു 15-20 വർഷം മുന്നിലുണ്ട്. അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് കുറച്ച് റിസ്ക് എടുക്കാൻ പറ്റുന്ന ഇക്വിറ്റി ഫണ്ടുകളിൽ ഒരു SIP തുടങ്ങുന്നതാണ് ബെസ്റ്റ്. അത് കാലക്രമേണ പണപ്പെരുപ്പതിയും തോൽപ്പിച്ച് വലിയൊരു തുകയായി വളരും. ഇനി അങ്ങനെയല്ല, അടുത്ത വർഷം ഒരു യൂറോപ്പ് ട്രിപ്പ് പോകാനാണ് പ്ലാൻ എന്ന് വെച്ചോ. അത് ഷോർട്ട് ടേം ആണ്. അതിനുവേണ്ടി ഇക്വിറ്റി ഫണ്ടിന്റെ റിസ്ക് എടുക്കണോ? വേണ്ട. അതിന് ഡെറ്റ് ഫണ്ടുകളുണ്ട്. മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും വലിയ ടെൻഷൻ അടിക്കാതെ നമ്മുടെ ലക്ഷ്യത്തിനുള്ള പണം സേവ് ചെയ്യാം. അവസാനമായി, നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ ലക്ഷ്യം ഒരു അടിപൊളി റിട്ടയർമെന്റ് ലൈഫ്. ഇവിടെ ഒരൊറ്റ മന്ത്രമേ ഉള്ളൂ: എത്രയും പെട്ടെന്ന് തുടങ്ങുക. കാരണം നിങ്ങൾ എത്ര നേരത്തെ തുടങ്ങുന്നോ അത്രയും കൂടുതൽ സമയം നമ്മുടെ കോമ്പൗണ്ടിംഗ് മാജിക്കിന് പ്രവർത്തിക്കാൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇനി എല്ലാം സെറ്റായോ? ഇല്ല. ഇതിൽ നിന്ന് മാക്സിമം ബെനിഫിറ്റ് കിട്ടാനും ടാക്സ് ലാഭിക്കാനുമൊക്കെ കുറച്ച് ട്രിക്കുകളുണ്ട്. നമുക്കതൊന്ന് നോക്കാം. ടാക്സ് എന്ന് കേട്ട് ആരും പേടിക്കേണ്ട. കുറച്ച് സിമ്പിൾ കാര്യങ്ങൾ ഓർത്താൽ മതി.
ഇപ്പോൾ ഒരു ഇക്വിറ്റി ഫണ്ടിൽ നിങ്ങൾ 1 വർഷത്തിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന ലാഭത്തിൽ 1.25 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ടാക്സ് ഇല്ല. അതുപോലെ ടാക്സ് ലാഭിക്കാൻ വേണ്ടി മാത്രമായിട്ട് ELSS എന്ന് പറയുന്ന ഫണ്ടുകളുണ്ട്. അതിൽ നിക്ഷേപിച്ചാൽ ആ തുകയ്ക്ക് നമുക്ക് ടാക്സ് ഇളവ് കിട്ടും. അപ്പോൾ റിട്ടയർ ആയിക്കഴിഞ്ഞാൽ എല്ലാ മാസവും ഒരു വരുമാനം വേണ്ടേ? അതിനൊരു സൂപ്പർ ഐഡിയ ആണ് SWP, അതായത് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ. നമ്മൾ SIP വഴി എല്ലാ മാസവും പൈസ അങ്ങോട്ട് കൊടുത്ത പോലെ SWP വഴി എല്ലാ മാസവും ഒരു നിശ്ചിത തുക ഇങ്ങോട്ട് വാങ്ങാം. നമ്മുടെ സ്വന്തം ഒരു പെൻഷൻ പ്ലാൻ പോലെ. ഇതിന് ടാക്സ് ബെനിഫിറ്റും കൂടുതലാണ്. ഇനി ഇതൊരു സ്പെഷ്യൽ ടിപ്പാണ് പ്രവാസികൾക്ക് വേണ്ടി. നിങ്ങളൊരു NRI ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് ടാക്സ് ബെനിഫിറ്റുകളുണ്ട്. ഉദാഹരണത്തിന് ഗിഫ്റ്റ് സിറ്റി വഴിയുള്ള ഇൻവെസ്റ്റ്മെന്റുകൾക്ക് ടാക്സ് ഇല്ല. അതുപോലെ ഗൾഫ് രാജ്യങ്ങളിലുള്ളവർക്ക് DTAA പ്രകാരം ടാക്സ് ലാഭിക്കാം. ഇതൊക്കെ തീർച്ചയായും നിങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ട കാര്യങ്ങളാണ്. നമ്മൾ സാധാരണക്കാർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് അബദ്ധങ്ങൾ കാണിക്കാറുണ്ട്. അതൊന്ന് ഒഴിവാക്കിയാൽ തന്നെ പകുതി ജയിച്ചു. ഒന്നാമത്, മാർക്കറ്റ് ഇടിയുമ്പോൾ പേടിച്ച് എല്ലാം വിറ്റൊഴിവാക്കുക. രണ്ടാമത്, മാർക്കറ്റ് താഴെ നിൽക്കുമ്പോൾ SIP അങ്ങ് നിർത്തുക. സത്യത്തിൽ ഇതാണ് വാങ്ങിക്കൂട്ടാനുള്ള ഏറ്റവും നല്ല സമയം. പിന്നെ എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നൊരു ലക്ഷ്യമില്ലാതെ തുടങ്ങുന്നത്. ഇതൊക്കെ ഒഴിവാക്കണം. ഓർക്കുക, ഇതൊരു 2020 കളിയല്ല, ഒരു ടെസ്റ്റ് മാച്ചാണ്. ക്ഷമ വേണം. റൈറ്റ് ഫിൽസ് പറയുന്നൊരു കാര്യമുണ്ട്. ഒറ്റയ്ക്കെല്ലാം ചെയ്യാൻ നിൽക്കുന്നതിനേക്കാൾ നല്ലത് അറിയുന്നവരുടെ ഒരു സഹായം തേടുന്നതാണ്. അത് ശരിയല്ലേ? നമുക്കൊരുപാട് സംശയങ്ങൾ വരും. അപ്പോൾ ഈ യാത്രയിൽ നമ്മളെ ഒന്ന് ഗൈഡ് ചെയ്യാൻ ഒരു നല്ല ഫിനാൻഷ്യൽ അഡ്വൈസർ ഉണ്ടെങ്കിൽ അത് വലിയൊരു ധൈര്യമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും ഓരോ ലക്ഷ്യങ്ങളും നിങ്ങൾക്കായി കാത്തിരിപ്പുണ്ട്. അവയെ വെറും സ്വപ്നങ്ങളായി നിർത്തണോ അതോ യാഥാർത്ഥ്യമാക്കണോ? ആ ആദ്യത്തെ സ്റ്റെപ്പ് വെക്കാൻ ഇനിയും എന്തിനാണ് വൈകുന്നത്? നിങ്ങളുടെ നല്ലൊരു ഭാവിക്ക് വേണ്ടിയുള്ള ഈ യാത്ര നമുക്ക് ഇന്ന് തന്നെ തുടങ്ങിയാലോ?